Welcome to Vienna. Hello. Welcome to ശാന്തനു ഇൻ വണ്ടർലാൻഡിന്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിന്റെ അയൽ രാജ്യമായിട്ടുള്ള ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയുടെ ക്യാപിറ്റലായിട്ടുള്ള വിയന്നയിലെ സിറ്റി സെന്ററിലാണ് നമ്മൾ. ഇന്ന് നമ്മുടെ വിയന്നയിലെ ആദ്യത്തെ ദിവസമാണ്. നമ്മൾ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഇന്ന് നമുക്ക് സിറ്റി സെന്ററിലെ നൈറ്റ് വ്യൂ ഒക്കെ കാണാം. ഇത് നമ്മുടെ വിയന്നയിലത്തെ വീടാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഹോം ടൂർ ചെയ്യാൻ മാത്രമുള്ള സ്ഥലമുണ്ട് കേട്ടോ ഈ വീട്ടിൽ. അത് നമ്മൾ ബുഡാപെസ്റ്റിലെ വീട്ടിൽ സംഭവിച്ച പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഫ്രണ്ട്സും കൂടെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അവർക്ക് ട്രിപ്പ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ നമുക്ക് ബുക്കിംഗ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം കുറച്ച് വലിയ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ 5 പേരുണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത്. സോ ഇപ്പം നമ്മൾ 3 പേർക്ക് ഇത് നോക്കും. 5 പേർക്ക് തന്നെ ഇത് കുറച്ച് വലുതാണ് കേട്ടോ, വലിയൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ 3 പേരായപ്പോഴത്തേക്ക് ഭയങ്കര വലുതല്ലേ. ഫയർ പ്ലേസ് ആണോ അത്? ഇത് നമുക്കൊരു ലിവിങ് ഏരിയ. ഇങ്ങനൊരു വി ഷേപ്പിലാണ് സത്യം പറഞ്ഞാൽ. വി അല്ല, ഒരു യു ഷേപ്പിൽ. ഇതൊരു ബെഡ്റൂം. ഇവിടെ അടുത്ത റൂമാണ്. സോ ഇതൊരു ബെഡ്റൂം. അപ്പം നമ്മൾ ആക്ച്വലി ഇതിന് ഒരു ബാത്റൂം ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഈ റൂം മാത്രം യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇത് മൊത്തത്തിൽ നമുക്ക് എന്തായാലും ആവശ്യമില്ലല്ലോ 3 പേർക്ക്. അതാണ് നമ്മളുടെ വിയന്ന ഹോം ടൂർ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് രാത്രി കാഴ്ചകൾ കാണാൻ പുറത്തേക്ക് ഇറങ്ങി. ബുഡാപെസ്റ്റിലെ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നതുകൊണ്ടും രാത്രി കുറച്ച് ലേറ്റ് ആയതുകൊണ്ടും അത്യാവശ്യം നമ്മൾ ടയേർഡാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാഴ്ചകളൊന്നും ഇന്ന് രാത്രി കാണുന്നില്ല. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് കാണാമെന്ന് കരുതി. നമ്മൾ നടന്ന് വിയന്ന സെൻറ്ററിലെത്തി. സെൻറ്ററിലെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. ഈ സ്തൂപത്തിൻ്റെ ഓരോ ആംഗിളിൽ നിന്നുള്ള വ്യൂ ആണ്. ഓരോ ഭാഗത്ത് ഓരോ മുദ്രകളൊക്കെ ഉണ്ട്. ഇത് നേരത്തെ കണ്ട സൈഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. എന്തോ ക്രൈസ്റ്റിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നേരത്തെ കണ്ട അതേ സ്തൂപാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. അത് സെന്ററിൽ നമ്മളെ നടുവിൽ കണ്ടില്ലേ ഒരു വലിയ ഗോൾഡൻ കളർ സ്തൂപം, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരേപോലത്തെ സ്തൂപങ്ങൾ വെച്ചിരിക്കുകയാണ്. കണ്ട, അതിൽ 2ാമത്തെയാണ് ഇത്. വിയന്ന സിറ്റി സെൻറ്റർ ഭയങ്കര ലൈവാണ് രാത്രി. ചിലപ്പോൾ സമ്മർ ആയതുകൊണ്ടും കൂടി ആയിരിക്കും കേട്ടോ. പൊതുവേ സമ്മർ ആയതുകൊണ്ട് യൂറോപ്യൻ നഗരങ്ങളൊക്കെ നല്ല ലൈവാണ്. നിങ്ങൾ പ്രാഗും ബുഡാപെസ്റ്റ് കണ്ടില്ല, എന്തൊരു തിരക്കായിരുന്നു. ഇത് സെൻറ്ററിലുള്ളൊരു കത്തീഡ്രലാണ്. ഈ ബിൽഡിംഗ് സ്ട്രക്ചർ ചെക്കിലത്തെ ഒക്കെ പോലെ തന്നെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു അടിപൊളി കത്തീഡ്രലാണ് ആ കാണുന്നത്. നമുക്ക് പോയി നോക്കാം കേട്ടോ. കത്തീഡ്രലിൻ്റെ മുന്നിൽ അതിൻ്റെ ഒരു ചെറിയ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അകത്ത് പ്രെയറോ എന്തോ നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കാരണം ഒരു സൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട്. അത് നമുക്ക് കയറാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഓരോ മറ്റെന്താ പറയുക വവ്വാലുകൾ പറക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കത്തീഡ്രലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചുമരിലൊക്കെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും.
ഇതിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താ ലിപി നമുക്ക് ജർമ്മൻ തന്നെയാണോ ആവോ? ജർമ്മൻ ആണെങ്കിലും ഇപ്പം എനിക്ക് വായിക്കാൻ അറിയില്ല. ഇതാണ് കത്തീഡ്രലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ. അത് കുറച്ചൊരു സിമ്പിളാണ് അപ്പുറത്തെ സൈഡ് അപേക്ഷിച്ചത്. ഇവർ റോഡൊക്കെ കഴുകി തുടയ്ക്കുന്നുണ്ടോ? ഈ വണ്ടി എങ്ങനെ വെള്ളമൊക്കെ ചീറ്റി പോകുമ്പോഴത്തേക്ക് റോഡൊക്കെ ഭയങ്കര അടിച്ചു വരി തുടച്ച പോലെ ഉണ്ടാവും. ഇതാണ് കത്തീഡ്രലിൻ്റെ മൂന്നാമത്തെ സൈഡ്. 3 അല്ല 4 ശരിക്കും. പക്ഷെ ഒരു കോർണറിൽ നിന്ന് എടുത്താലാണ് അത് ഇങ്ങനെ കിട്ടുള്ളൂ. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഈ കത്തീഡ്രലിൻ്റെ കോർണറിൽ കണ്ടോ ഇങ്ങനെ ഓരോ ഡ്രാഗണാണോ നായയാണോ അങ്ങനെ എന്താ അറിയില്ല, ഇങ്ങനെ ഉണ്ടോ ചീറിപ്പാഞ്ഞ് നിൽക്കണ പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതേ സാധനമാണ് നമ്മൾ ലെറ്റ്നിറ്റ്സെ കാസിലും അതേപോലെ ഇപ്പം അടുത്ത് വേറെ എവിടെ പോയപ്പോൾ കണ്ട പ്രാഗ് കാസിലും കണ്ടത്. ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു നിർമ്മാണ രീതിയായിരിക്കും ഇതൊക്കെ. ഇപ്പുറത്തെ സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. നമ്മൾ ഇത്ര നേരം കത്തീഡ്രൽ എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇവരിവിടെ ടവർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷൻ മാത്രം ടവർ എന്ന് പറയണതാണോ അതേ മൊത്തം ബിൽഡിങ്ങിന് ഇവർ ടവർ എന്നാണോ പറയണതെന്ന് അറിയില്ല. കണ്ണനൊരു പമ്പരം വാങ്ങിയിട്ടുണ്ട്. അത് വിടാൻ പഠിക്കുകയാണ് ഇപ്പോൾ. നല്ല രസമുണ്ട് അതിലെ കൊത്തുപണികളൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അത്ര ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. രാത്രിയാണല്ലോ. അപ്പോൾ നമ്മൾ വിയന്ന സിറ്റി സെൻറ്ററിലെ നൈറ്റ് വ്യൂ ഒക്കെ കണ്ടു. ഇനി തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഇനി നാളെ നമ്മൾ ഒരു അടിപൊളി സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.